പക്ഷേ ഇനി ഒരു 15 കുട്ടികളെയും കൂടി കിട്ടിയെങ്കിലേ ഡിവിഷൻ ഫുള്ളാവുള്ളൂ. പക്ഷേ കുട്ടികളെ കിട്ടിയെങ്കില് എന്റെ അടുത്ത് വാങ്ങിയ 35 ലക്ഷം റുപ്യ എനിക്ക് തിരിച്ചു തരണം കേട്ടോ. വീട് സ്ഥലം വിറ്റിട്ടാ ഞങ്ങൾക്ക് പൈസ തന്നത്. നീ ഒന്ന് അടങ്ങ്. ഇവിടെ ഒരു മദ്രസ ഉണ്ട്, അവിടുത്തെ ഉസ്താദിനെ നമുക്കൊന്ന് ചാക്കിലാണ്. അല്ല മാഷേ, ആ വരുന്ന വിദ്യ വിളിച്ച സ്കൂളിലെ ടീച്ചർ മാഷല്ലേ? പടച്ചോനെ എല്ലാം കൂടി ഒന്ന് ഒപ്പിച്ച് വെച്ചതായിരുന്നു. ആ കുട്ടിനെയും കൂടി ഇവര് ചാക്കിലാക്കൂ. മൈൻഡ് ചെയ്യണ്ട, നടന്നോ. ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതിനെ ഒരു ചാക്കിലിട്ടെന്നാ തോന്നുന്നത്. എന്തായാലും പോയി നോക്കാം. ആരാ? ഞങ്ങളെ വിദ്യാ വെളിച്ചം സ്കൂളിലെ ടീച്ചർ മാഷാണ്. ഏത് സ്കൂള്? വിദ്യാ വെളിച്ചം. ഒരു മിനിറ്റ്. വിദ്യാ വെളിച്ചം. പറ. അതാ നിങ്ങളെ കുട്ടീനെ ഞങ്ങളെ സ്കൂളിൽ ചേർക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. അല്ല, നിങ്ങളെ സ്കൂളിൽ AC ഉണ്ടോ? ഇല്ല മോളെ, AC ഇല്ല, ഫാൻ ഉണ്ട്. ഫാൻ ആർക്ക് വേണോ? വേറെ എന്തൊക്കെയാ നിങ്ങളെ ഓഫർ? അല്ല, ഈ ഓഫർ എന്ന് വെച്ചാല് എന്റെ കുട്ടീനെ നിങ്ങളെ സ്കൂളിൽ ചേർത്ത എന്തൊക്കെ ആനുകൂല്യങ്ങൾ എന്റെ കുട്ടിക്ക് കിട്ടും നിങ്ങൾ പറയ്. നിങ്ങളെ കുട്ടീനെ ഞങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കൂ. അതിപ്പോ ഏത് സ്കൂൾ വിട്ടാലും പഠിപ്പിക്കൂ. ഇത് നോക്ക്, നിങ്ങളടക്കോ 5 സ്കൂളുകാർ ഇവിടെ വന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ ഓഫർ ആരെനിക്ക് തരുന്നോ ഓൾക്ക് എന്റെ കുട്ടീനെ ഞാൻ കൊടുക്കും. രാവിലെ ഞാൻ ക്ലാസ്സിൽ വരുമ്പോ എനിക്ക് ബൂസ്റ്റ് നിർബന്ധം. ചേച്ചി, ഞങ്ങളുടേത് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. മോള് ഈ സ്കൂൾ ടീച്ചറായിട്ട് കേറിയിട്ട് എത്ര വർഷമായി? ഇപ്പൊ 1 വർഷമാകാറായി. ഈ സ്കൂൾ ടീച്ചറായി ജോലിക്ക് കേറാൻ വേണ്ടി എത്ര പൈസ കൊടുത്ത്? അത് പിന്നെ മടിക്കേണ്ട പറഞ്ഞോ. 35 ലക്ഷം. അതാണ്, സ്കൂള് പാവപ്പെട്ടതാണെങ്കിലും നടത്തുന്ന ഒരു പൈസക്കാരല്ലേ. അതുകൊണ്ട് നമുക്ക് ഡീല് സംസാരിക്കാം. 10ാം ക്ലാസ് ഇവിടെ അങ്ങ് കഴിഞ്ഞാല് +1 തൊട്ട് അങ്ങോട്ട് നിങ്ങൾ പറയുന്ന പൈസ കണ്ണിയേക്കണ്ടേ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഓഫർ തരാൻ പറ്റുമെന്ന് അത് പറ. ബുക്കും യൂണിഫോം ഒക്കെ ഫ്രീ ആയിട്ട് തരാം. അത് ഗവൺമെന്റ് തരുന്നതല്ലേ, അതുകൊണ്ട് അത് വിട്. നിങ്ങൾ അടുത്തത് പറ. ബൂസ്റ്റിന്റെ കാര്യം മറക്കണ്ടേ? ഇതിനൊക്കെയാ ഞാൻ പഠിപ്പിക്കേണ്ടത്. അങ്ങോട്ട് വരട്ടെ, കാണിച്ചു. പിന്നെ എന്നെ ടീച്ചർ എങ്ങാ അടിച്ചാലുണ്ടല്ലോ, ഞാൻ ബാലാവകാശ കമ്മീഷനിൽ പോയി കേസാൻ കൊടുക്കും. ഇതൊരു നടക്ക് പോകും തോന്നുന്നില്ല. എന്തെന്നാ പറഞ്ഞേ? നിങ്ങളെ കുട്ടിയെ ഞങ്ങളെ സ്കൂളിൽ ചേർത്താൽ കുട്ടിയെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ ഞങ്ങളാക്കി. വലിയ നിലയിലാക്കുന്നതിന് മുമ്പ് എന്റെ ഡിമാൻഡ് ഞാൻ പറയാം. ഡീല് നമ്പർ 1, രാവിലെ കൊടുക്കുന്ന കഞ്ഞിക്ക് പകരം ബൂസ്റ്റും 2 നാടൻ മുട്ടയും. നാടൻ മുട്ട തന്നെ വേണോ? നാടൻ മുട്ട നിർബന്ധ, മറ്റേ മുട്ടയിൽ ഹോർമോൺ ഉണ്ടാവും. ഡീൽ നമ്പർ 2, ബസ് ഫീസ് ഒഴിവാക്കണം. അത് 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ. അതൊന്നും നടക്കൂലേ, ഡീസലിനൊക്കെ ഭയങ്കര വിലയാ. ഓരോ ടീച്ചർമാരുടെ അടുത്ത് 35-40 ലക്ഷം വെച്ച് വാങ്ങുന്നില്ലേ, അതിനടുത്ത് ഡീസൽ അങ്ങ് അടിക്കണോ? കുട്ടികളില്ലെങ്കിൽ ടീച്ചർമാർക്ക് ജോലി ഉണ്ടാകില്ല കേട്ടോ, അത് മറക്കണ്ട. അത് പിന്നെ അങ്ങ് സമ്മതിച്ചേക്ക്. ഡീല് നമ്പർ 3, ഓണത്തിന് ക്രിസ്മസിനും സ്കൂൾ പൂട്ടുമ്പോൾ മാത്രമേ ഇപ്പൊ അരി കിട്ടുന്നുള്ളൂ. അത് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും കൂടി കിട്ടണം. അങ്ങനെയൊന്നും അരി തരാൻ പറ്റൂല, ഇതിനൊക്കെ കണക്കുള്ളതാ. ഒന്ന് പോസ അറിയായിരുന്നു. ചാക്ക് കണക്കിന് അരി നിങ്ങൾ മറിച്ച് കടത്തുന്നൊക്കെ ഈ നാട്ടിൽ മൊത്തം പാട്ടാ. പിന്നെ യൂണിഫോമിന്റെയും ബുക്കിന്റെയും കാര്യം പറയണ്ടല്ലോ, അതെല്ലാരും കൊടുക്കുന്നല്ലേ. പിന്നെ 2 ജോഡി ഷൂവും വേണേ. അല്ല, കുട്ടീനെ കുളിപ്പിക്കണോ? ടീച്ചർ കുളിപ്പിക്കണ്ട, എന്നെ ഉമ്മച്ചി കുളിപ്പിച്ചാ മതി. ഇത്രയും ഡിമാൻഡ് നിങ്ങൾ സമ്മതിച്ചാല് കുട്ടി നിങ്ങൾ സ്കൂളിൽ ഞാൻ ചേർക്കൂ. അങ്ങോട്ട് സമ്മതിക്കും മാഷേ, നടന്ന് മടുത്ത്. അടുത്ത സ്കൂളുകാരിപ്പം വരിക, വേഗം പറഞ്ഞോ. ഓക്കെ, ഇനി ഒരു തർക്കം വേണ്ട, ഞാൻ സമ്മതിച്ച്. എന്നാ ഇതാ ഈ എഗ്രിമെന്റിൽ അങ്ങ് സൈൻ ചെയ്തോ. എഗ്രിമെന്റോ? ഡിവിഷനൊക്കെ ഫുള്ളായി കഴിഞ്ഞാല് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കരുതേ. വിദ്യാഭ്യാസം നിങ്ങൾക്കൊരു കച്ചവടമാകുമ്പോൾ ഞങ്ങൾക്കും വേണ്ടേ നേട്ടങ്ങൾ?